ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇന്ന് നിഫ്റ്റിയുടെ 22,950 അത് 485 റുപ്പീസിന് വാങ്ങിക്കുന്നു. 470 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നു. അപ്പോൾ രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നൊരു നമുക്ക് ആദ്യത്തെ ട്രേഡ് ഒരു 15 പോയിൻറ്റിന് ലോസ് വരുന്നു. ശരിക്കും ഇന്ന് രണ്ടാമത്തെ ട്രേഡ് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ 49,200ൻ്റെ 10-21 ഇപ്പോൾ ട്രേഡ് എടുക്കുന്നു. ഏകദേശം നമുക്ക് 1145 എൻട്രി കിട്ടുന്നു. ഏകദേശം നമുക്കൊരു 32 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഏകദേശം നമ്മളൊരു കോസ്റ്റ് ഇന്നത്തെ ഒരു ട്രേഡ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യേണ്ടിയാണ് വന്നത്. ഇവിടെ നമുക്കൊരു 1:1 അടുത്ത് മാത്രമേ റിസ്ക് റിവാർഡ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കൊരു 1 റിവാർഡ് ഒരു റിസ്ക് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു കോസ്റ്റിലാണ് ട്രേഡ് എൻഡ് ചെയ്തത്. മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോവാം. അത് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകുമ്പോൾ നിഫ്റ്റിയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു സോൺ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോൺ എന്ന് പറയുന്നത് 22,981 മുതൽ 22,990. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ബുള്ളിഷ് ആണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസത്തെ പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,020 എന്ന് പറഞ്ഞൊരു സോണാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഞാൻ എൻട്രി എടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഫസ്റ്റ് എൻട്രി പോയിട്ടുള്ളത് നിഫ്റ്റിയിൽ ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി പോയത്. ഏകദേശം 9:20 ആ ക്യാൻഡിൽ തന്നെ എൻട്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പം കാണാനായിട്ട് പറ്റും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഇവിടെ മേക്ക് ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 22,980 എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് സോൺ അവിടെ മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സോണിൽ ഈ ഒരു 9:20 ക്യാൻഡിൽ തന്നെ എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റ് 2 ക്യാൻഡിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ ഒരു സഡൻ മൂവ് കിട്ടുന്നു. പിന്നെ ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ഫർദർ റാലിയിലോട്ട് നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രേഡ് ഞാൻ ലോസ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അങ്ങനെയാണ് ആ ഒരു ട്രേഡ് ലോസ് ആയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ ഒരു ഹൈ മേക്ക് ചെയ്തതിന് ശേഷം വളരെ വലിയൊരു വയലൻ്റ് മൂവാണല്ലോ നിഫ്റ്റി ഇപ്പോൾ തരുന്നത്. ഏകദേശം നമുക്ക് മാർക്കറ്റ് നമുക്ക് ടെക്നിക്കൽ അനലൈസിലൊരു പരിധി ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ വളരെ വയലൻ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ ഒരു ഫർദർ ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നെ തന്നിട്ട് അടുത്തൊരു നല്ലൊരു ഫാൾ അവിടെ കിട്ടി. ഏകദേശം ആ ഒരു ഇത്രയും മേക്ക് ചെയ്ത ഗെയിൻ അവിടെ ആ ഒരു സിംഗിൾ മൂവിൽ തന്നെ ഇത്രയും ഒരു ലോസ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വയലൻ്റ് ആയിട്ട് ഇലക്ഷനൊക്കെ അടുത്തായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വയലൻ്റ് മൂവ് നടക്കുന്നത്. പിന്നെ നമ്മളൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് 22,900 എന്നുള്ള റേഞ്ചാണ്. അപ്പോൾ 22,900 അവിടെ ലാസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലൊക്കെ എത്ര വയലൻ്റായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 22,900 എന്ന് പറയുന്ന സോണിൻ്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു നിഫ്റ്റിയിലെ ട്രേഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയാൽ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഈ ഒരു റേഞ്ച് ആയിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു കൺസോളിഡേഷൻ റേഞ്ചാണ്. ഇപ്പോൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റാലിക്കുള്ള പോസിബിലിറ്റി പൊതുവേ മാർക്കറ്റ് ഇങ്ങനൊരു റേഞ്ച് റെസിസ്റ്റൻസ് സോണിൽ ഇങ്ങനെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റാലിക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി റേഞ്ച് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ 49,020 എന്ന് പറഞ്ഞ റേഞ്ച് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റാലിക്കുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കാര്യം ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ആ ഒരു റേഞ്ച് ശരിക്കും ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് ശരിക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സോണായിരുന്നു. ഏകദേശം 49,969 മുതൽ 49,000 വരെയുള്ള സോണായിരുന്നു സപ്പോർട്ട് റേഞ്ച്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് തിരിച്ച് സപ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്ത സോണായിരുന്നു ഈ ഒരു 49,176 അതുപോലെ തന്നെ 49,200 എന്ന് പറഞ്ഞൊരു സോൺ. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാമതൊരു അപ്ഡേറ്റ് ചെയ്ത സോണാണത്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്കൊരു 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുള്ളത്. ഇവിടെ കാണാനായിട്ട് പറ്റും കഴിഞ്ഞ ഈ റേഞ്ചിൽ വന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തൊരു ലെവലാണ് ഈ ഒരു ബ്രേക്ക്. ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, അതിനുശേഷം ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തൊരു സോണാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 49,200. അപ്പോൾ ഇവിടെ വന്ന സമയത്തും ഏകദേശം നമുക്ക് ആ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് നിൽപ്പുണ്ട്. 49,200 എന്ന് പറയുന്നൊരു സോൺ രാവിലെ തന്നെ ബ്രേക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു മൂവിൽ ബ്രേക്ക് കിട്ടിയിരുന്നില്ല.
ഈ ഒരു മൂവ് നമുക്ക് കിട്ടി. അതിനുശേഷം ഒന്ന് ഫർദർ ഡൗൺ സൈഡ് വന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. ഏകദേശം 9:35 ക്യാൻഡിലിൽ ബ്രേക്ക് കിട്ടുന്നു. ആ ബ്രേക്ക് കിട്ടിയതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ക്യാൻഡിൽ എത്തിയ സമയത്താണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, 10:10 ക്യാൻഡിൽ എത്തിയ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിലായിരുന്നു ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിലാണ് 10:20 ക്യാൻഡിൽ എൻട്രി പോകുന്നു ബാങ്ക് നിഫ്റ്റി. ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് ഈ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് ഈ ഒരു സൈഡ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, ഏകദേശം 32 പോയിൻറ്റ്. ഈ ഒരു ഇതിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വളരെ ടൈറ്റായിട്ടാണ് ആ ഒരു സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോയത്. കാരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇങ്ങനെ ഒരു ഇത്രയും വിക്ക് വരുന്ന സമയത്ത് ഇവിടെയും നമുക്ക് വിക്കുണ്ട്, ഇവിടെയും നമുക്ക് വിക്കുണ്ട്. നല്ല രീതിയിൽ പ്രീമിയം മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മുകളിലും ക്യാൻഡലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് അത്രയും ടൈറ്റായി കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റായിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ബുള്ളിഷ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രീമിയം മെൽറ്റായി. പിന്നീടാണ് വലിയൊരു വയലൻ്റ് മൂവ് കിട്ടിയത്. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആ ഒരു സമയത്ത് 1:1 നമുക്ക് റിവാർഡ് കിട്ടിയ സമയത്ത് നമ്മൾ എക്സിറ്റ് ആകാനുണ്ടായത് ഈ ഒരു ക്യാൻഡലിലാണ് 11 ക്യാൻഡലിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായത്. ഒരു സ്റ്റോക്ക് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് നമുക്ക് നമുക്ക് വിചാരിച്ച ഒരു റിട്ടേൺ കിട്ടിയില്ല. ഓക്കെ, നമുക്ക് ആ ഒരു ഇതിന് ശേഷം ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വളരെ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെല്ലിംഗ് നടക്കുന്നു. ഇവിടെ ഒരു ഹൈ മേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബയ്യർ ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രിപ്പിൾ ടോപ്പ് പോലെ ഒരു ഫോർമേഷൻ വരുന്നു. അപ്പോൾ ഒരു ബയ്യർ ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തൊരു വിത്തിൻ സെക്കൻഡ്സ് തന്നെ ഒരു ഫാൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. വളരെ അഗ്രസീവായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വിത്തിൻ ക്വിക്ക് മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ഈ ബൈ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അതിനേക്കാളും നല്ലൊരു ക്വിക്ക് മൂവ് ഉണ്ടെന്ന് പറയാം. ഒരു ട്രിപ്പിൾ ടോപ്പ് പോലെ ഫോർമേഷൻ വരുന്നു, നല്ലൊരു ക്വിക്ക് മൂവ് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആ ഒരു റെസിസ്റ്റൻസ് 49,176 അതുപോലെ 49,200 എന്ന് പറഞ്ഞൊരു സോണിൽ അപ്പോൾ ബാങ്ക് നിഫ്റ്റി വന്നിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്താണ്, നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ട്രേഡുമായിട്ട് വീണ്ടും കാണാം.